ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ്. നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പൈഡർമാൻ തീമിലാണ് കേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് സ്പഞ്ച് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി നമ്മള് 3 കപ്പ് മൈദയാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് സ്പഞ്ചാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നമ്മുടെ കേക്കിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനൊപ്പം 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 3/4 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 3 തവണ അരിച്ചിട്ട് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ 1 തവണ അരച്ചിട്ട് അതിലേക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. 3 തവണയൊന്നും അരിക്കാറില്ല. 1 തവണ നല്ല രീതിയിൽ അരിച്ച് എന്നിട്ട് അതിലേക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ആക്കും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. നമുക്കിവിടെ ഏകദേശം ഒരു 9 മുട്ടകളും എടുക്കാം. നമ്മളിപ്പോൾ 3 കിലോ കേക്കിന്റെ അളവിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദയ്ക്ക് 4 മുട്ട വെച്ച് എടുക്കാം. ഞാനിപ്പം 3 മുട്ട വെച്ച് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. മുട്ട ബീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ വാനില എസൻസ് കൂടെ ചേർത്ത് ബീറ്റ് ചെയ്താൽ മാത്രമേ മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കൂ കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം സ്പീഡ് കൂട്ടി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 കപ്പോളം പഞ്ചസാരയുടെ പൗഡർ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതിൽ നല്ലത് ഇതുപോലെ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഒരുമിച്ച് 3 കപ്പ് ഇട്ട് കൊടുക്കാതെ 3 തവണയായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഒത്തിരി പഞ്ചസാര അല്ലെങ്കിൽ ഒത്തിരി മധുരം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് 2.25 കപ്പ് പഞ്ചസാര പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ബാക്കി നമ്മൾ വെറ്റിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഓക്കെ ആയിക്കോളും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്ന ബട്ടർ എസൻസും മിൽക്ക് എസൻസും ആണ്. ബട്ടർ എസൻസ് ഏകദേശം 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് എസൻസ് ഏകദേശം 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. നമ്മൾ വീട്ടിലേക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് ഓയിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം 3/4 കപ്പ് ഓയിൽ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഈ കൂടെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ 2-3 തവണയായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നിങ്ങൾ സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇത് ഒരുമിച്ചിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഫുൾ കട്ട കെട്ടും. അപ്പൊ നമ്മൾ മിക്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഓവനും കൂടെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 10 മിനിറ്റിൽ നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ ബേക്കിംഗ് മോഡിലാണ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ബാറ്റർ എല്ലാം മിക്സ് ആകുമ്പോഴത്തേനും നമ്മുടെ ഓവൻ ഇവിടെ പ്രീ ഹീറ്റഡ് ആയി വരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഓവൻ കൂടെ പ്രീ ഹീറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ബാറ്ററിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം ഇട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇപ്പൊ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇതൊന്ന് ലൂസായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ 1/2 കപ്പ് പാലോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുമ്പോൾ നമ്മുടെ ബാറ്റർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 2 ടീസ്പൂണോളം വിനെഗറും കൂടി ചേർത്ത് കൊടുക്കണം. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കലാണ്. നമ്മളിപ്പം ഉപയോഗിച്ചത് കട്ട് ചെയ്യുന്നത് ഫോണ്ടൻ നൈഫാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കത്രിക യൂസ് ചെയ്താലും മതി. ഇതിന്റെ ഷാർപ്പ് എഡ്ജ് ആയതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് കട്ടായി കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കട്ടർ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് റൗണ്ടിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ബ്രഷ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പർ കൊണ്ട് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ബട്ടറോ മൈദ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം ഉൾഭാഗത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് സ്പ്രെഡ് ആക്കി എടുക്കണം കേട്ടോ. ഇനി നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്ററിനുള്ളത്. ഒരുപാട് ലൂസും ഒരുപാട് തിക്കും ആയിരിക്കരുത്. ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി, അതായത് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ റിബൺ പോലെ ഇങ്ങനെ താഴേക്ക് വീഴണം. ഇനി നമുക്കൊരു സ്ക്വയർ കൊണ്ട് നന്നായിട്ടൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പുറത്തു പോകും. ഇനി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിലേക്ക് നമുക്കൊരു 1 മണിക്കൂറോളം നമുക്ക് ഇപ്പൊ വെച്ച് കൊടുക്കാം. 1 മണിക്കൂർ പോരാ, നമുക്ക് 3 കിലോ കേക്കാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് 1.5 മണിക്കൂറോളം ആവശ്യമുണ്ട്. അപ്പൊ 1 മണിക്കൂർ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് 1/2 മണിക്കൂറൂടെ കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോ 180 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് മോഡിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതൊന്നും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല.
ഇപ്പൊ നമ്മുടെ ഓവൻ ബേക്കായി വന്നിട്ടുണ്ട്. പിന്നെ സമയം എന്ന് പറയുന്നത് ഓരോ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോന്നിലും ഉള്ള ആ ഒരു ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അന്ന് ശ്രദ്ധിച്ചെടുക്കാം. ഇപ്പൊ നമുക്ക് അത് നല്ല ചൂടാറിയതിനു ശേഷം ഒന്ന് ഡിമോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് ബട്ടർ പേപ്പർ ഒക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് ലെയർ കട്ട് ചെയ്ത് വേണം എടുക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹൈറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയർ ആക്കി നമ്മൾ കട്ട് ചെയ്ത്. അപ്പൊ നമ്മുടെ കേക്കിന്റെ വീഡിയോ വളരെ സ്പീഡിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ വലിച്ചു നീട്ടിയിട്ട് ആകെ നമ്മുടെ സ്പൈഡർമാൻ ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്പീഡിലാണ് നമ്മുടെ കേക്കിന്റെ വീഡിയോ മൂവ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് വഴി അറിയിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ 3 ലെയറും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് എടുക്കണം. നമ്മളിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം ആണ് എടുക്കുന്നത്. ഏകദേശം ഒരു 2 കപ്പോളം എടുക്കുന്നുള്ളൂ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. അപ്പൊ ഇത് 2 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂണോളം 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഐസിങ് ഷുഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ക്രീം നന്നായിട്ട് തന്നെ ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിൽ നിന്നും കമ്മന്ന് താഴോട്ട് പോവാത്ത രീതിയിൽ വേണം നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ. അത്രയും സ്റ്റിഫ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല സെറ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ഐസ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഏകദേശം 2 കപ്പോളം വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാരയോളം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ കേക്കിനകത്ത് ചേർത്തിരിക്കുന്ന മധുരം അനുസരിച്ചിട്ട്, അതായത് നമ്മൾ പുറത്ത് സെയിൽ ചെയ്യാനാണെങ്കിൽ ഓക്കെയാണ്, നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഐസ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴും താഴത്തെ ലെയർ വെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് നമ്മൾ വെറ്റ് ചെയ്യരുത്, കാരണം പീസ് മുറിക്കുന്ന സമയത്ത് താഴത്തെ ലെയർ അവിടെ പൊടിഞ്ഞ് സ്റ്റക്ക് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ബർത്ത്ഡേ പാർട്ടീസിനും അതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അവിടെ വിപ്പിംഗ് ക്രീം കൊണ്ട് സ്പ്രെഡ് ആക്കിയിട്ട് ശേഷം അതിലേക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ലെയർ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ടാണ് കേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു എല്ലാ ഭാഗത്തും വെച്ചാവണം. അതിനപ്പുറം ഭയങ്കര ജ്യൂസി ആയിട്ട് നിങ്ങൾ കേക്ക് വെറ്റ് ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്താണ് അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുക. കറക്റ്റ് പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബേക്കറികളിൽ അതുപോലെ തന്നെ ഷോപ്പുകളിലൊന്നും വിൽക്കുന്ന കേക്കുകൾ ഒരുപാട് അവർ വെറ്റ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ജ്യൂസി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പീസ് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇനി നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. നമ്മൾ ഫുള്ള് ലെയേഴ്സിനിടയിലെല്ലാം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സ്പൈഡർമാൻ തീമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ബേസിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്ലൂ വേണ്ട, കുറച്ചും കൂടി ഡാർക്ക് ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കില് നമ്മൾ ഈ ഒരു കളർ മിക്സിംഗ് പാറ്റേൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. പക്ഷേങ്കിൽ അത് ഫ്ലോപ്പായി പോയി എന്ന് പറയുന്നത് ആദ്യം ഒരു സ്കൈ ബ്ലൂ കിട്ടിയതായിരുന്നു. നമ്മളതിലേക്ക് ഒരു 1-2 ഡ്രോപ്പ് പർപ്പിളും കൂടെ ചേർത്തു. അതിൽ ബ്ലാക്കും കൂടെ ചേർക്കുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുള്ള ബ്ലൂ, അതായത് ഡീപ് ബ്ലൂ കിട്ടുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ആ ഒരു ഡാർക്ക് ബ്ലൂ നമുക്ക് കിട്ടിയില്ല, വേറൊരു കളറിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചേട്ടോ. ഒരു ചെറിയ കളർ ചേഞ്ച് ഉണ്ട് നമ്മളുടെ കേക്കിന്. നമ്മളിത് സ്പ്രെഡ് ചെയ്ത് ഫുള്ള് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾക്ക് ഡാർക്ക് ബ്ലൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കളർ തന്നെ എടുക്കുക കേട്ടോ. അപ്പൊ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്, അപ്പൊ സാരമില്ല. ഇത് എന്റെ മോന്റെ ബർത്ത്ഡേക്ക് വേണ്ടി തന്നെ ചെയ്തതാണ്, അതുകൊണ്ട് വിഷയമില്ല. നമുക്ക് സെയിൽ ചെയ്യാനല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് ഇത് നന്നായിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കണം. ഐസിങ് നൈഫും അതുപോലെ തന്നെ സ്ക്രാപ്പറും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഐസിങ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഐസ് ചെയ്തെടുക്കാം. അതുപോലെ ഈ സൈഡിൽ പറ്റിയിട്ടുള്ളത് നമുക്ക് ഐസിങ് നൈഫിൽ വളരെ വൃത്തിയായിട്ടൊരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഗനാഷാണ് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റ് ചേർത്തിട്ടാണ് നമ്മൾ ഗനാഷ് ഉണ്ടാക്കുന്നത്. അതായത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ചെയ്യുന്നത്. നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക. എന്നിട്ട് പാത്രം അതിൽ മുട്ടാത്ത രീതിയിൽ വെച്ചിട്ട് ആദ്യം തന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതിനൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗനാഷ് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് റെഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തോട് സ്പ്രെഡ് ചെയ്ത് ഫുള്ള് ഡിപ്പ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തന്നെ ഡാർക്ക് കോമ്പൗണ്ട് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്പൈഡറിന്റെ വെബ് വരയ്ക്കാനാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ
നല്ലതായിട്ട് മെൽറ്റ് ആയി കിട്ടും. ഇനി നമുക്ക് ഈ ഒരു കേക്കിന്റെ ടോപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് ഒന്ന് ക്രോസിൽ വരച്ചു കൊടുക്കാം. പിന്നെ അതിനുശേഷം വീണ്ടും നമുക്കൊരു എക്സ്ട്രാ നമുക്ക് 2-3-4 വരയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള വെബ് വരയ്ക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ടൂടെ ആക്കി കൊടുക്കാം കേട്ടോ വര. ഇനി നമുക്ക് വെബ് വരയ്ക്കാം. ഇതുപോലെ വീഴുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് അതിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റും. അപ്പൊ നമ്മുടെ വെബ് നമ്മൾ ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. 1, 2, 3, 4 ഒക്കെ വരച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മളൊരു 4 സെറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെബ് എല്ലാം കറക്റ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയിം ആണ് എഴുതാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളിവിടെ 2 ഫോണ്ടന്റ് എടുത്തിട്ടുണ്ട്. ഒന്നെടുത്തിരിക്കുന്നത് ബ്ലൂവും ഒന്നെടുത്തിരിക്കുന്നത് റെഡും ആണ്. ഇതിലേക്ക് നമുക്ക് CMC പൗഡർ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്ത് ഉരുട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ കോൺഫ്ലോർ ഇട്ട് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ലെറ്റർ കട്ട് ചെയ്യുന്ന ഈ ഒരു കട്ടറുണ്ട്, ഫോൺ കട്ടറുണ്ട്, ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഐനൂസ് എന്നാണ് എഴുതാൻ പോകുന്നത്. ഇപ്പൊ 2 കളറുടെ മിക്സ് ചെയ്ത് എഴുതുന്നതുകൊണ്ടാണ് ഈ ഒരു കളറിൽ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ ലെറ്ററും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ ജസ്റ്റ് ഒരു വൈറ്റ് റിബൺ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തോട്ട് അതിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കേക്കിന്റെ നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല, കേക്കിന്റെ ഈ ഒരു ബോർഡിലാണ് പേര് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വൈറ്റ് റിബൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ അതിനകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഈ ഫോണ്ടന്റ് നമ്മൾ ആ റിബണിന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ലെറ്റേഴ്സ് ഇരിക്കാനുള്ള ചാൻസ് ഇല്ല. അതിനൊരു സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത് അതിനകത്ത് ചെറുതായിട്ടൊന്നൊരു വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒട്ടിയിരുന്നോളും. കാരണം ഇതിലേക്ക് നമ്മൾ നമ്മുടെ കോൺഫ്ലോർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഇതുണ്ടാവും. ഇനി നമുക്ക് ടോപ്പിൽ ഒരു സ്പൈഡർമാനും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പൈഡർമാൻ തീമിലുള്ള നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം, ഒരു പാടുമില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തീമാണ് സ്പൈഡർമാൻ എന്ന് പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഒരു തീം കേക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും. അതിന്റെ കൂടെ നമ്മുടെ ഫ്ലേവർ ഏതാണോ ആ ഒരു റേറ്റും കൂടെ ആവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.